ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഈദ് ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഔട്ട്സൈഡ് വ്ളോഗ് എടുക്കുന്നത്. ഇങ്ങനെ പർച്ചേസിങ് ആണെങ്കിലും എന്താണെങ്കിലും ഫുള്ളായിട്ട് പുറത്തുള്ള കാര്യങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 2 ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഞാൻ 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യത്തെ ദിവസമാണ് കേട്ടോ. ഏകദേശം ഒരു 12 മണി ആ ഒരു സമയത്താണ് ഞങ്ങൾ പോണത്. ഞങ്ങളെന്ന് പറയാൻ ഞാനും പിന്നെ ബിൻസിയാണ് കേട്ടോ ഉള്ളത്. പേഴ്സണൽ പാച്ച് അറിയുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ആ ചാനലിലത്തെ ഓളുമാണ് ഉള്ളത്. ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കാരണം കൂടുതലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് തന്നെയാണ് എടുക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ഞാനിങ്ങനെ ഓളോട് നെയ്യുവാ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഒപ്പെടുക്കാലോ എന്ന് പറഞ്ഞിട്ട്, ഓള് ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്തതാണ്. പക്ഷെ എന്നാലും ഒരു കമ്പനിക്കിൻ്റെ ഇപ്പം വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളെ വിളിച്ചതേനു. ആദ്യം തന്നെ വാമിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ നടക്കുന്നതിൻ്റെ ഇടയിൽ അയാം ഷോപ്പ് കണ്ടപ്പോൾ പിന്നെ അവിടെ കയറിയിട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെ നേരെ വാമിക്കാണ് പോയത്. അപ്പോൾ അവിടെ താഴെ ചെന്നപ്പോൾ വെസ്റ്റേൺ വെയേഴ്സ് സാധാരണ ഉണ്ടാവുന്ന സെക്ഷനിൽ ഒന്നുമില്ല, ഹാങ് ചെയ്തിട്ടേലൊന്നുമില്ല കേട്ടോ. ഭയങ്കര കുറവ്, ആകെ 2-3 പീസുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്ക് കഴിഞ്ഞോ എന്നുള്ളത്. പിന്നെയാണ് ഓല് പറഞ്ഞത് മുകൾക്ക് മാറ്റിയിട്ടുണ്ട്, ഫസ്റ്റ് ഫ്ലോർക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പം വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സും അതൊക്കെയെന്ന് പറഞ്ഞേ. അങ്ങനെ പിന്നെ ഞങ്ങൾ മുകളിലെത്തിയിട്ട് അവിടെ എല്ലാം നോക്കുകയാണ്. ഞാനിപ്രാവശ്യം ഇങ്ങനെ ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സാട്ടോ വിചാരിക്കണത്. വെസ്റ്റേൺ ടൈപ്പിൽ തന്നെ പാർട്ടി വെയറോ അല്ലെങ്കിൽ ഇങ്ങനെ മാക്സി ഡ്രസ്സോ ചുരിദാറൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അധികം ഞാനങ്ങനെ യൂസ് ചെയ്യില്ല. അതിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും പരിപാടി വന്നാലേ പിന്നെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. പിന്നെ ഇപ്രാവശ്യം പോയ കടയിലൊക്കെ അധികം ഈ ഷർട്ട് ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഷർട്ടിൽ തന്നെ നീ ലെങ്ത്ത് വരുന്നതും ഷോർട്ടായിട്ടുള്ളതും ഒക്കെ ഉണ്ട്, കുറേ മോഡലുണ്ട്. പക്ഷെ അധികം ഇങ്ങനെ ഷർട്ട് ടൈപ്പ് തന്നെ വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ്. ഫസ്റ്റ് തന്നെ സ്ലീവ് ആട്ടോ നോക്കുക. കാരണം എനിക്ക് ഫുൾ സ്ലീവ് വേണമെന്നുണ്ട്. ഞാനിപ്പോൾ വാങ്ങുന്ന ഡ്രസ്സൊക്കെ ഫുൾ സ്ലീവാണ് വാങ്ങലുള്ളത്. എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ്, ഈ ടൈപ്പ് വെസ്റ്റേൺ ടൈപ്പ് ടോപ്പിനൊക്കെ. അപ്പം ആദ്യം തന്നെ സ്ലീവാണ് നോക്കണത്. അങ്ങനെ കുറേ നോക്കി ഓളും കുറച്ചൊക്കെ സെലക്ട് ചെയ്ത് തന്നെ. പിന്നെ ഈ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഓക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ ചെക്കും ഒക്കെ വരുന്നതുകൊണ്ട്. പക്ഷെ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ. എനിക്കൊക്കെ എന്തായാലും സൈസ് ഓവറാവും. എന്നാലും ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. എടുക്കൂലെന്ന് ഉറപ്പാണ്, എന്നാലും ഒരു രസത്തിന് ട്രയൽ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ വേറെ 2 ടോപ്പും ഞാനിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്ത്. പക്ഷേ ട്രയൽ റൂമിൻ്റെ അവിടെ ഭയങ്കര തിരക്കേനു, താഴെയും മുകളിലും നല്ല ക്യൂ ആയിരുന്നു. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ ഞങ്ങളവിടെ നിന്ന്. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന അവളോട് നമുക്ക് അപ്പുറത്തൊരു ഷോപ്പുണ്ട് അവിടെ പോവാം. കാരണം ഇവിടെ 3 നേരം നിന്ന് ട്രയൽ ചെയ്ത് ഇനി ഇത് പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അതവിടെ വെച്ച് അപ്പുറത്ത് നാനോ മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് നോക്കണത്. ഇവിടെ ആണെങ്കിൽ മറ്റേ ഷോപ്പിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ കളക്ഷൻസ് ഒക്കെ ഉള്ള പോലെ തോന്നി. അങ്ങനെ ഇവിടെയും കുറേ നോക്കി കുറേ എടുത്ത് ട്രയൽ ചെയ്തൊക്കെ ചെയ്ത്. എനിക്കാണെങ്കിൽ ഏതും പറ്റണമില്ല, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. അപ്പോൾ ഞാൻ ഓളോട് പറയുന്നു, ഈ വേഗം സെലക്ട് ചെയ്തോണ്ടാ, മര്യാദയ്ക്ക് വേഗം സെലക്ട് ചെയ്തോന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഓള് കുറച്ചൊക്കെ കാണിച്ചു തന്നെ. ഞാനങ്ങനെ പറയുകയാണെങ്കിലും എനിക്കിഷ്ടമായതേ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. എൻ്റെ കൂടെ ആര് വരികയാണെങ്കിലും എത്ര പോലെ സെലക്ട് ചെയ്ത് തന്നാലും ലാസ്റ്റ് എനിക്ക് ഇങ്ങോട്ട് പറ്റിയാലേ ഞാൻ എടുക്കുള്ളൂ. അതാണ് ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് വരുന്നത്. ഉമ്മാനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെ വെറുതെയാണ്, കാരണം അമ്മ പറയണമെന്ന് ഞാൻ എടുക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോയി എടുക്കാമല്ലോ എന്നുള്ള ആ ഒരു ഇതാണ്. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ കയ്യിൽ നിന്ന് എടുത്ത് ട്രയൽ ചെയ്ത് നോക്കി. ഈ ഒരു പിങ്ക് ഷർട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്കും ബെൻസിക്കും അത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര തിന്നായിട്ടുള്ള ക്ലോത്താണ്. വേറെ എന്തെങ്കിലും ഇന്നറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും ഉള്ളിൽ. പിന്നെ നല്ല റേറ്റും ഉണ്ട്. നമുക്ക് കാണുമ്പം അതിന് ഏകദേശം ഇത്ര പ്രൈസ് എന്ന് തോന്നുമല്ലോ, അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് അവിടെ വെച്ച് പോന്ന്. അങ്ങനെ അവിടുന്ന് ഏതും പറ്റിയിട്ട് പിന്നെ വീണ്ടും അയ്യമ്മക്ക് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കയറിയോണ്ട് കുറച്ചൊക്കെ അവിടെ രസമുള്ള ഉണ്ട് എന്ന് അറിയുന്നു. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് തന്നെ പോയി. ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്രൗഡഡ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ എല്ലാം ഹാങ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ഷെൽഫിലൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഏതാ പറ്റിയെന്നുള്ളത് നമുക്ക് തന്നെ ഇങ്ങനെ തപ്പിയെടുക്കാൻ പറ്റും. എല്ലാം ഹാങ് ചെയ്തിട്ടൊക്കെയാണ്, ഫുൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ പാർട്ടി വെയറും അതൊക്കെ ചുരിദാർ അങ്ങനത്തെ ഒക്കെ മുകളിലാണ് കേട്ടോ, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അവിടേക്കും വെറുതെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. എടുക്കുന്നില്ല, എന്നാലും വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമാട്ടോ, പക്ഷെ എനിക്ക് ഇടാൻ വലിയ ഒരു ഇതില്ല ഈ വർക്കുള്ളതൊന്നും. അങ്ങനെ കുറേ നേരം ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ കുറേ ട്രയൽ ചെയ്ത് നോക്കി. അങ്ങനെ ഓളും കുറേ എനിക്ക് കാണിച്ചു തന്നു, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ഏതും പറ്റണില്ല. ഞാൻ വിചാരിച്ച ആ ഒരു ടൈപ്പ് ഏതും കാണാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. ബിൻസി ആണെങ്കിൽ പാവം എനിക്ക് കുറേ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ട്രയൽ ചെയ്തൊക്കെ വേണ്ടിയിട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇട്ടിട്ട് ഏതും ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ നേരെ ഓൾക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത്, മഞ്ചേരി തന്നെയുള്ള. ഇത് സാധാരണ ഞാൻ ചെരുപ്പ് എടുക്കണ കട കേട്ടോ, കഴിഞ്ഞ വിട്ടുന്നാക്കും അതിന് മുന്നൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവളോട് ഒന്ന് കയറി വെക്കാൻ നല്ല കളക്ഷനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ ഓള് വിചാരിച്ചൊരു ടൈപ്പ് ഇവിടെ അല്ലായിരുന്നു. ഈ വൈറ്റൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതെടുത്തില്ല. ഈ ടൈപ്പ് ചെരുപ്പൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്, പക്ഷെ അങ്ങനെ വാങ്ങി യൂസ് ചെയ്യൂല എന്നുള്ളൂ. പിന്നെ അവിടെ തന്നെ ഇതേപോലെ കുറേ ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല എന്താ കൊറിയൻ വൈബിലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കി ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് രണ്ടാൾക്കും ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ളത് കാണുമ്പോൾ നോക്കുമല്ലോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോണ വഴിയിൽ അറേബ്യൻ മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു, വെറുതെ കയറിയതാട്ടോ. അപ്പോൾ പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനുള്ള എന്തെങ്കിലും ഇങ്ങനെ ഡ്രിങ്ക്സോ ജ്യൂസൊക്കെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നോക്കിയിരുന്നു. എനിക്ക് പിന്നെ അങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ളതൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രോപ്പിക്കാനൻ്റെ ഓറഞ്ചും പിന്നെ ലിച്ചി ഫ്ലേവർ അത് രണ്ടുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഓൾ പിന്നെ എന്താ വേറെ ഏതോ ഒരു മാംഗോൻ്റെ ഡ്രിങ്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്ലുവിന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയതിന് ശേഷം അതൊക്കെ ബില്ല് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നതിന് ശേഷം വേറൊരു ബെൻഡോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, കച്ചേരിപ്പടി ബോയ്സ് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ നോക്ക് എടുത്തത്. അപ്പോൾ ബിൻസി അവിടെ ചെരുപ്പൊക്കെ നോക്കുന്ന സമയത്ത് ഞാനും എനിക്ക് വാങ്ങണമെന്നില്ല, പക്ഷെ എന്നാലും വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നു. ഈ ഒരു ബ്ലൂ ഷൂ കണ്ടപ്പോൾ എനിക്ക് സിൻഡ്രല്ലയാണ് കേട്ടോ ഓർമ്മ വന്നേ, സിൻഡ്രല്ല സ്റ്റോറിയൊക്കെ. പിന്നെ അവിടെ കുഞ്ഞു കുട്ടിയൊക്കെ പറ്റിയിട്ടുള്ള ക്രോക്സും കുഞ്ഞ് ഷൂ ഒക്കെ കുറേ ഉണ്ട്. ഇതാണ് കേട്ടോ ഓള് വാങ്ങിയിട്ടുള്ള ചെരുപ്പ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇട്ടപ്പോൾ ഓള് ഒന്ന് എനിക്കും തരിയെന്ന് പറഞ്ഞ് ഓക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓളും ഇട്ട. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഇട്ട കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോണ്ട് മറ്റേ തിളക്കത്തിൽ പാൻ്റ് ഇട്ട പോലെയായി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട്. അങ്ങനെ അവിടുന്ന് ആ ഒരു ചപ്പലെടുത്തതിന് ശേഷം പിന്നെ എനിക്കൊരു ഹെയർ ബാൻഡ് വേണ്ടിയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച ടൈപ്പ് ഇവിടുന്ന് കിട്ടിയില്ല. ഇവിടെ ഉള്ളത് ഇങ്ങനത്തെയൊക്കെയാണ്. ഇതിലിങ്ങനെ ഒരു കണ്ണ് പോലെ വരുന്നുണ്ടല്ലോ, അത് എനിക്കെന്തോ അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി. പിന്നെ ഈ ഷോളൊക്കെ ഇടുമ്പം ഹിജാബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടർബൻ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധാ 10 രൂപേൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബാൻഡും പിന്നെ ചെറിയ 2 ഇയറിങ്സ് സ്റ്റഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ യൂസ് ചെയ്യലും ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിപ്പം ബ്ലാക്കും വൈറ്റും അങ്ങനെ 2 എണ്ണം വാങ്ങിയിരുന്നു. അങ്ങനെ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് പോയത്. ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. അന്ന് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പോയപ്പോൾ ഇമ്മി അനിയനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും ഞങ്ങൾ അയ്യമ്മക്ക് തന്നെയാണ് പോണത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് മാക്സിമം ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ അങ്ങോട്ടുള്ളൂ. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ പോവുകയാണെങ്കിൽ അധികം വെയിലൊന്നും കൊള്ളാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. അപ്പോൾ അതിൽ നടന്നിട്ടാണ് ഞങ്ങൾ പോയത്.
അങ്ങനെ ഷോപ്പിലെത്തി പിന്നെ ഓരോന്ന് നോക്കുകയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ. ഇനി അന്ന് ഭയങ്കര തിരക്കായതുകൊണ്ടാണോ എന്താ അറിയില്ല, ഞാൻ അന്ന് കാണാത്ത കുറേ സാധനങ്ങളൊക്കെ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങനെ ഇഷ്ടമായതൊക്കെ ഇട്ട് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. എനിക്കധികം പേസ്റ്റൽ ഷെയ്ഡ്സും അങ്ങനത്തെ ഈ ബ്രൗണ് അല്ലെങ്കിൽ ബ്ലാക്ക് അങ്ങനത്തെ തീമൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് കണ്ടുപോവുക. ഇതേപോലത്തെ വൈബ്രൻറ്റ് കളറിൽ വരുന്ന ഡ്രസ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇട്ട് നോക്കുമ്പോൾ അത്ര ഇഷ്ടാവില്ല. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ സെൻറ്ററിൽ ഇങ്ങനെ എലാസ്റ്റിക് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെയാണ്. അതും എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത മോഡലാണ്. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ ഇഷ്ടമായതൊക്കെ സെലക്ട് ചെയ്തിട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ട്രയൽ റൂമിൻ്റെ ഫ്രണ്ടിലും ഭയങ്കര ക്യൂ ആയതുകൊണ്ട് ഒരു 5-6 ഒരുമിച്ച് എടുത്തിട്ടാണ് കേട്ടോ ഇട്ട് നോക്കുക. ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനു. പക്ഷെ ലാസ്റ്റ് എനിക്കത് കിട്ടിയിട്ടില്ല. ചില ഡ്രസ്സൊക്കെ ഇതേപോലെ ഹാങ് ചെയ്തിട്ടത് കാണുമ്പോൾ നല്ല രസമുണ്ടാവും. പക്ഷെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത്ര സ്യൂട്ടായിട്ടുണ്ടാവില്ലല്ലോ, ഇട്ട് നോക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ടോപ്പിനാണെങ്കിലും ഫുൾ സ്ലീവ് വരുന്ന ടോപ്സൊക്കെ കുറേ ഉണ്ട്. ചില ഷോപ്പിലൊന്നും പോയാൽ നമുക്ക് അത്ര അങ്ങോട്ട് കിട്ടൂലല്ലോ. പക്ഷെ ഇവിടെ അധിക ടോപ്പിനും ഫുൾ സ്ലീവ് വരുന്നുണ്ട്. പിന്നെ കുറേ ടീഷർട്ട്സും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അയിമക്കൊന്നും ഞാൻ അങ്ങനെ വല്ലാതെ നോക്കിയിട്ടില്ല. ഈ ഒരു ബാബാ സ്യൂട്ട് ടൈപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ ഒരു ടോപ്പൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അതിക്ക് വേണ്ടിയിട്ടുള്ള പാൻറ്റും കൂടെ നോക്കുകയാണ്. പാൻസും ഇവിടെ അത്യാവശ്യം കുറേ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ജീൻസ് ആണെങ്കിലും കുറേ കളേഴ്സിലും അല്ലാത്ത വേറെ ടൈപ്പ് ക്ലോത്തിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സൈസിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാ സൈസും ഒരുമിച്ച് ഹാങ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ എൻ്റെ സൈസ് തപ്പിയിട്ട് എനിക്കങ്ങനെ കിട്ടിയില്ല ഞാൻ വിചാരിച്ച കളറിൽ. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് പാൻസ് എടുത്തിട്ടില്ല. പിന്നെ അവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ വെറുതെ പോണതിന് മുന്നേ ഒന്ന് കയറി നോക്കിയതാണ്. എനിക്കിങ്ങനെ ഈ ഗേൾസിൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ കിഡ്സിൻ്റെ, അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെറുതെ നോക്കിയതേനു. അങ്ങനെ പിന്നെ അത് ബില്ല് ചെയ്തതിന് ശേഷം അവിടുന്ന് പിന്നെ നേരെ അമ്ലുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് ഡ്രസ്സൊക്കെ കാണാൻ. എസ്പെഷ്യലി ഈ ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ കേട്ടോ. ബോയ്സിനേക്കാളും ഗേൾസിൻ്റെ ഡ്രസ്സ് ഇവിടെ കുറേ കളക്ഷൻ ഉണ്ട്. അങ്ങനെ അങ്ങനെ ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനത്തെ ഈ ചെക്കും പ്ലെയിൻ കളേഴ്സ് അതൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ ബോയ്സിൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടം. പക്ഷെ പറഞ്ഞ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ഒക്കെ വേണം പറഞ്ഞാണ്ട് പിന്നെ വേറൊരു ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹെയർ ബാൻഡ് തപ്പിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നല്ലോ, അത് ഞാൻ ഇവിടെ കണ്ടപ്പം ഇവിടുന്ന് വാങ്ങിനു. ഈ ഒരു ടൈപ്പാട്ടോ ഞാൻ നോക്കിയേ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഫാമിലിക്കാണ് പോയത്. എനിക്ക് പാൻസ് എടുക്കാണ്ട് ഷോൾ എടുക്കാണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ സൈസ് അനുസരിച്ച് തന്നെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാൻസൊക്കെ, ജീൻസും എല്ലാം. അതല്ലാത്ത കളറിൽ വരുന്ന ടൈപ്പ് വേറെ ക്ലോത്തിൽ വരുന്നതൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ഇപ്പം നമ്മളെ ആ ഒരു സൈസിൽ ഏതൊക്കെ കളേഴ്സാണ് ഉള്ളത് ഏതൊക്കെ മോഡലാണ് ഉള്ളതെന്ന് കുറച്ചും കൂടി എളുപ്പമായിട്ട് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഷോളും കൂടെ എടുത്തതിന് ശേഷം ബില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ കോസ്മെറ്റിക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്ന് നോക്കുകയാണെങ്കിൽ തന്നെ കുറേ സമയം അയിമ പോവും. അപ്പോൾ പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാതെ പോവുക ചെയ്തേ. പിന്നെ നേരെ എനിക്ക് ചെരുപ്പ് നോക്കാനാണ് പോയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ബിൻസിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കടയ്ക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെയും കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ഏതും പറ്റണില്ല. ഞാൻ ഫ്ലാറ്റാണ് നോക്കിയത്. എനിക്കുള്ളത് അധികം ഹീൽസ് ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ്സിലാണ് നോക്കിയത്. അതിൽ തന്നെ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് നമുക്ക് അധികം ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനെയാണ് ഞാൻ നോക്കിയത്. പക്ഷെ അത് എനിക്ക് ഇങ്ങോട്ട് ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല.
ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് പോലും പറഞ്ഞു. പക്ഷേ ഇതും ഈ ടൈപ്പും ക്രോക്സൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കാലുമ കിട്ടാൻ എനിക്ക് അത്ര ഇഷ്ടാവലില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരം നോക്കിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചത് കിട്ടൂല എന്ന് തോന്നിയപ്പോൾ പിന്നെ അവിടെ കുറേ നേരം ഒന്നും നിൽക്കാൻ നിന്നിട്ടില്ല. നേരെ വീട്ടിലേക്ക് പോവാ ചെയ്തേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പറയണം. എന്നാലേ ഇങ്ങനെ ഇനിയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഈദ് വ്ളോഗൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.